പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വമുണ്ടായിരിക്കട്ടെ. രാവിലെ കാലം കർത്താവിൻ്റെ കരങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പിൻ. നോക്കൂ, പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുക, എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായി നിർമ്മതരുമായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ ഇപ്പോഴുള്ള പ്രതീക്ഷ മുഴുവനും ലോക അവസാനവും ക്രിസ്തുവിൻ്റെ വീണ്ടും വരവുമാണ്. ഈ കാഴ്ചപ്പാടിലൂടെയാണ് ഇന്ന് ദൈവമക്കളാകുന്ന നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. അതിനാലാ എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. ഹല്ലേലൂയ. നാം എപ്പോഴും പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായി. ഹല്ലേലൂയ. എന്താ നാം ചെയ്യേണ്ടത്? ഉറക്കത്തിൽ നിന്ന് ഉണരണം. ഉണർന്നെങ്കിൽ മാത്രമേ നമുക്ക് പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. ഇപ്പോഴെങ്ങനെയാണ്? ഹല്ലേലൂയ. ഏറെ ഉറങ്ങുന്നുള്ള ആവശ്യത്തോടെ ഉറങ്ങിക്കൊണ്ടിരിക്കുക. പ്രാർത്ഥനയ്ക്ക് സമയം നമ്മൾ കൊടുക്കുന്നില്ല. നാം ഹല്ലേലൂയ വിശ്വസിച്ച, അതായത് പറയുന്ന സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുക. സഭയിലെ വിശ്വസ്തരെ ചേർക്കുവാനുള്ള കർത്താവിൻ്റെ മടങ്ങി വരവ് ആസന്നമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പല ലേഖനങ്ങളിലും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്ക് രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. ഹല്ലേലൂയ. നോക്കൂ, ദൈവമക്കൾ എപ്പോഴും ഒരുക്കത്തോടെ ഇരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞു ഇരുട്ടിന്റെ പ്രവൃത്തികൾ. ഹല്ലേലൂയ. നമ്മൾ വെളിച്ചത്തിന്റെ മക്കളായി തീരണം. പ്രിയ ദൈവമക്കളെ, യേശുപ്പൻ ഞാൻ തന്നെ ഹല്ലേലൂയ വെളിച്ചമാകുന്നു. ആ യേശുപ്പനെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ മക്കൾ എപ്പോഴും ആത്മീയമായി ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കണം. അതായത് ഇരുട്ടിന്റെ പ്രവൃത്തികളെയൊക്കെ ഉപേക്ഷിച്ച്. ഹല്ലേലൂയ. നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുക. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കാൻ നമ്മുടെ ക്രിസ്തുവിലുള്ള സൗമ്യത എല്ലാവരും അറിയണം. പ്രിയ മക്കളെ, ഏത് സമയത്ത് കർത്താവ് വരുമെന്ന് നാം വിശ്വസിക്കണം. ഹല്ലേലൂയ. അത് കള്ളന്റെ വരവ് പോലെ, കള്ളൻ പറഞ്ഞിട്ടല്ലല്ലോ വരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സുബോധമുള്ളവരായിരിക്കണം. പക്ഷെ അല്പം താമസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ ഹല്ലേലൂയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുക, 2 പത്രോസ് 3:9, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രിയരെ നോക്കൂ, ഹല്ലേലൂയ, എല്ലാ സുവിശേഷം ഹല്ലേലൂയ മാനസാന്തരപ്പെടണമെന്നുള്ള ആഗ്രഹമാണ് ഉള്ളത്. ഹല്ലേലൂയ. എല്ലായിടത്തും ഏത് ഹല്ലേലൂയ എവിടെ നോക്കിയാലും നിങ്ങൾ മാനസാന്തരപ്പെടണം. ക്രിസ്തുവിനുള്ളത് ആരും നശിച്ചു പോകുവാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ഈ ദൈവസന്നിധി കാണണം എന്നുള്ള ആഗ്രഹം മാത്രമാണുള്ളത്. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ നാം ദീർഘക്ഷമയോടിരിക്കണം. അതുകൊണ്ടാ യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന 5:7 പറഞ്ഞ്, എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിക്കുവീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും ഹല്ലേലൂയ അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിക്കുവിൻ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ ഹൃദയം സ്ഥിരമാക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നാം ഹല്ലേലൂയ ഒരു കൃഷിക്കാരൻ എങ്ങനെ ഹല്ലേലൂയ മഴ കാത്തിരിക്കുന്നുവോ, അതിൻ്റെ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നുവോ, അതിനു വേണ്ടി നമ്മളും കാത്തിരിക്കണം. കർത്താവിൻ്റെ വരവിന് വേണ്ടി. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം സ്ഥിരമാക്കിയിരിക്കണം. ഹല്ലേലൂയ. യേശു ക്രിസ്തു ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്ന ന്യായാധിപതിയായും നീതിമാന്മാർ പ്രതിഫലം നൽകുന്നവനായും വരും. ഹല്ലേലൂയ. നമുക്ക്
ഓരോരുത്തർക്കും പ്രതിഫലം തരുന്ന അപ്പൻ. ഹല്ലേലൂയ. നോക്കൂ, കർത്താവിന്റെ വരവ്, ഹല്ലേലൂയ, നാം ദീർഘക്ഷമയോടെ ഇരിക്കണം. ദീർഘക്ഷമ എന്ന് വെച്ചാൽ എന്താ? അനീതിയും കഷ്ടതയും ഉപദ്രവം ഒക്കെ വരുമ്പോൾ അത് സഹിക്കുന്നതാ. ഹല്ലേലൂയ. ഇന്ന് പല ദൈവദാസന്മാരും പല വിധത്തിലൂടെ കഷ്ടതകളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടല്ലോ പ്രിയ മക്കളെ. വേണ്ടും പോലെ കർത്താവിനെ ആരാധിക്കുവാനോ സ്തുതിപ്പാനോ ഒന്നും കഴിയാതെ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ നമ്മൾ ദീർഘക്ഷമയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഏതു നേരത്തും വാതിൽ തുറക്കുവാൻ സാധ്യതയുണ്ട് പ്രിയ മക്കളെ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് നാം ചില കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഹല്ലേലൂയ, നമ്മൾ അടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരാകണം. ഹല്ലേലൂയ. ആത്മാർത്ഥ സ്നേഹമുള്ളവരായിരിക്കണം. പത്രോസ് അപ്പോസ്തലൻ 1-4-8 പറയുന്നുണ്ട്, സകലത്തിന് മുമ്പേ നമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ കൽപ്പനയിലും സ്നേഹമുള്ളവരായിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ നമ്മൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് കൂടെ സ്നേഹം പകർന്നു കൊടുക്കുന്നവരായി, ഞാൻ സ്നേഹമാവെന്ന് പറഞ്ഞ യേശുവിന്റെ ആ സ്നേഹത്തിൽ നാം ഓരോരുത്തരുമായി തീരണം പ്രിയ മക്കളെ. ഹല്ലേലൂയ. ആവശ്യത്തിലിരിക്കുന്നവർക്ക് നമ്മൾ ഔദാര്യം കാണിക്കുന്നവരായിരിക്കണം. പത്രോസ് അപ്പോസ്തലൻ തന്നെ 1-4 പറയുന്നുണ്ട്, പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പിൻ. ഹല്ലേലൂയ. ഒരുവനും മറ്റുള്ളവർക്ക് നമ്മൾ ഹല്ലേലൂയ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് പിറുപിറുപ്പ് കൂടാതെ ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, അടുത്തതായിട്ട് നോക്ക്, വിവിധ തലത്തിൽ ഹല്ലേലൂയ നമുക്ക് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല വിചാരകരായി ഹല്ലേലൂയ നാം അന്യോന്യം ശുശ്രൂഷിപ്പാൻ നമ്മൾ കൃപയുള്ളവരാണ്. അത് ചെയ്യുന്നവരായിരിക്കണം. അതും പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയ മക്കളെ. മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാൻ, ഔദാര്യമായിട്ട് ചെയ്തു കൊടുക്കുവാനൊക്കെ നമ്മളെ ഹല്ലേലൂയ ആയിത്തീരണം. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് സഹായിയായിത്തീരണം. ഹല്ലേലൂയ. ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നവരായി കർത്താവിന്റെ ശുശ്രൂഷ നമ്മളിലൂടെ ചെയ്തെടുക്കുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, ക്രിസ്തുവിന് വേണ്ടി സാക്ഷിയാകുകയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ദൈവത്തെ സേവിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലൻ 1-4-11 പറയുന്നുണ്ട്, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ പ്രാപ്തിക്കൊത്തവണ്ണം ആകട്ടെ. ഹല്ലേലൂയ. ദൈവം നമുക്ക് നൽകുന്ന ഹല്ലേലൂയ പ്രാപ്തിക്കൊത്തവണ്ണം നമ്മൾ ഹല്ലേലൂയ ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത് വിശ്വസ്തയോട് ചെയ്യുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ പ്രിയ മക്കളെ, എല്ലാറ്റിലും ദൈവം യേശു ക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടയാകണം. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുകയും പരിശോധനകളിൽ ഹല്ലേലൂയ ക്രിസ്തുവിനോടുള്ള ഭക്തിയിൽ നമ്മൾ നിലനിൽക്കുകയും ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അതെല്ലാം പത്രോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നാളുകളിൽ ഹല്ലേലൂയ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ നാളുകളിൽ നമ്മളെ സുബോധമുള്ളവരായി പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ സുബോധമുള്ളവരായി ഉച്ചരിക്കുന്നവരായി നിർമ്മതരായിരിക്കുവാൻ നമ്മൾ ഹല്ലേലൂയ ആയിത്തീരണം. പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തണം പ്രിയ മക്കളെ. മറ്റുള്ള കാര്യങ്ങളൊക്കെ അല്പം മാറ്റിവെച്ച് ദൈവസന്നിധി മുഴങ്കാൽ മടക്കുന്നവരായിരിക്കണം. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്ന് വചനം കേട്ടത് ഓരോന്നും ഹല്ലേലൂയ യേശുവപ്പ ഹല്ലേലൂയ കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമേ. ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ കരയുവാൻ പ്രാർത്ഥിപ്പാൻ ദൈവമേ തങ്ങളെ തന്നെ ഒരുക്കുവാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ഒരുക്കത്തോടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമായി തീരുവാൻ സഹായിക്കണമേ. അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. നിത്യത കൈവിടാതെ ഹല്ലേലൂയ അങ്ങയുടെ സന്നിധി ഓരോ മക്കൾക്കും ഹല്ലേലൂയ ഒരുക്കുവാൻ പോയിരിക്കുന്ന ഹല്ലേലൂയ ആ സ്ഥലത്തിന് അവകാശികളായി തീരുവാൻ സഹായിക്കണമേ. കർത്താവിന്റെ കൃപ ഓരോ മക്കളോടും കൂടെ ഉണ്ടായിരിക്കണം അപ്പ. ആരും കർത്താവിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുവാൻ അനുവദിക്കല്ലേ. അപ്പനോട് ചേർന്ന് നിൽക്കുന്ന അനുഭവം ഓരോരുത്തർക്കും ഉണ്ടാകുവാനിടയാകട്ടെ. അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.